ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് ഭാഗം മാത്രമേ അപ്ലോഡ് ആയുള്ളൂ, ബാക്കി ഭാഗം അപ്ലോഡ് ആയില്ല. അപ്പോൾ ആ ഒരു എന്താ സംഭവം എന്നറിയില്ല, എന്തോ സംതിങ് എറർ സംഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ SCRTയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന സമയത്തായിരുന്നു, അതിനുശേഷമുള്ള ഭാഗം അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ ആ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ആയിട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം, ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എക്സിറ്റോ കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എക്സിറ്റോ കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, സുവോളജിക്കൽ ഗാർഡൻ, നാഷണൽ പാർക്ക്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അല്ല, നാഷണൽ പാർക്കാണ്. അപ്പോൾ ഈ ഒരു ഭാഗം വരുന്നത് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് പഠിച്ചു പോവാം. SCRT ഫാക്റ്റാണ് കേട്ടോ. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം. അപ്പോൾ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അതുപോലെ തന്നെ അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ കുറേ തലങ്ങളുണ്ട്. ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, ഇക്കോ സിസ്റ്റം ഡൈവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്പീഷീസുകളുടെ വൈവിധ്യം, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, ദെൻ ജനിതക വൈവിധ്യം, ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നീ തലങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ്. ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വാൾട്ടർ ജി റോസൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. എപ്പോഴാണ്? 1985. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്ന കാര്യം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവാം. അപ്പോൾ എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ, എന്താണ് എക്സിറ്റു കൺസർവേഷൻ നമുക്ക് നോക്കാം. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന ഇൻസിറ്റു കൺസർവേഷൻ രീതിയും ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന എക്സിറ്റു കൺസർവേഷൻ രീതിയും നിലവിലുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് കൺസർവേഷൻ ഉള്ളത്, ഒന്ന് ഇൻസിറ്റും എക്സിറ്റും. ഇൻസിറ്റു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വാക്കുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഇൻസൈഡ് അല്ലെങ്കിൽ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സിറ്റു എന്ന് പറയുമ്പോൾ എന്താണ്? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനാണ് നമ്മൾ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആവാസ വ്യവസ്ഥകളിൽ തന്നെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥകൾ തന്നെയാണെങ്കിൽ അത് ഇൻസിറ്റു ആണ്, അതിൻ്റെ പുറത്താണെങ്കിൽ അതെന്താണത്? എക്സിറ്റു കൺസർവേഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇനി ഈ ഒരുമായി ബന്ധപ്പെട്ട് ഈ എക്സിറ്റു കൺസർവേഷനെ ബന്ധപ്പെട്ട് അതിലേതൊക്കെ ഉൾപ്പെടും എന്നിങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടും നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ ഉണ്ട് എന്ന രീതിയിലും SCRTയിൽ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു പോവാം. അപ്പോൾ നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ പറയുമ്പോൾ അതിൽ വന്യജീവി സങ്കേതങ്ങൾ ഒരു എക്സാമ്പിളാണ് വൈൽഡ് ലൈഫ് സെഞ്ചുറി. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ് നോക്കാം. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണിവ. പേപ്പാറ, പെരിയാറ്, വയനാട് തുടങ്ങിയവ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ച് വെച്ചാലും മതി കേട്ടോ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് എക്സാമ്പിൾ പേപ്പാറ, പെരിയാറ്, വയനാടൊക്കെയാണെന്നുള്ള കാര്യം നോട്ട് ചെയ്താലും മതി. ഇനി നാഷണൽ പാർക്കുകൾ. അപ്പോൾ എന്ന് നോക്കാം, വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ വിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. ഇരവിക്കുളം, സൈലൻറ്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല എന്നിവയാണ് കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. അപ്പോൾ നാഷണൽ പാർക്കുകളുടെ പേര് ഓർത്താലും മതി കേട്ടോ. അപ്പോൾ എന്താണ് നാഷണൽ പാർക്ക് നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഇല്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു പോയിന്റ്സ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി റിസർവുകൾ. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവ്സ് എന്താണെന്ന് നോക്കാം. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിവ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ദെൻ ബയോസ്ഫിയർ റിസർവുകൾ. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും അതുപോലെ തന്നെ ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു.
ഇനി അടുത്ത് നോക്കൂ, കാവുകൾ സാക്രഡ് ഗ്രൂവ്സ് എന്താണെന്ന് നോക്കാം. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് കാവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാവുകളൊക്കെ ഇപ്പോൾ അതിൻ്റെ എണ്ണമൊക്കെ ഇപ്പോൾ കുറവായിട്ട് വരികയാണ് അല്ലേ. അപ്പോൾ ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകൾക്ക് അല്ല ഒരു ഇമ്പോർട്ടൻറ്റ് പങ്കുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത്, കാവുകൾ എന്ന് പറയുന്നത് ഏതിൽപ്പെടും എന്നത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ഇനി അടുത്ത് നോക്കൂ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നുണ്ട്, ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇവ. അത് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകൾ 3 ഇന്ത്യയിലാണ്. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖലകളാണ് എന്നിവ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ഹോട്ട്സ്പോട്ടുകളുടെ പേര് ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇവിടെ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമ്മുടെ SCRT വരുന്നത്. എക്സിറ്റു കൺസർവേഷൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ജസ്റ്റ് അതിന് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം ഇതിൽ എന്തൊക്കെ പഠിക്കുക എന്നുള്ള കാര്യം ഞാൻ സമ്മപ്പ് ചെയ്തും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഇനി സോളജിക്കൽ ഗാർഡൻസ് നോക്കാം. അത് എക്സിറ്റു കൺസർവേഷനിൽ വരുന്നതാണ് സോളജിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത്. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ എക്സ്റ്റിൻക്റ്റ് ഇൻ വൈൽഡ് സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവിടെ. കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ എന്തുണ്ട്? സോളജിക്കൽ ഗാർഡനുകൾ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടേക്ക് എന്നുള്ള കാര്യം മാത്രം പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്ത ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ പറയുമ്പോൾ വൈവിധ്യமான സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ MPG എന്നിവ ഇതിന് ഉദാഹരണം. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എക്സാമ്പിൾസ് അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ജീൻ ബാങ്ക് എന്താണ്? വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. ആവശ്യമായ അവസരങ്ങൾ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഒരു ജീൻ ബാങ്ക് അതിന് ഉദാഹരണമാണ്. അപ്പോൾ എക്സാമ്പിൾസ് ആണ് മെയിൻ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും എന്തൊക്കെ ഓർക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ട കാര്യം ജസ്റ്റ് ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്യാം. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ എന്താണ്? സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ്, അതിന് ഉദാഹരണം ഏതാണ്? വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു സ്ലൈഡ് മെയിൻ ആയിട്ടാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഇതാണ് മെയിൻ ഫോക്കസ് ഏരിയ കേട്ടോ. ഇത് നോക്കൂ, ഇനി എക്സിറ്റു കൺസർവേഷൻ എന്താണ്? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക വ്യവസ്ഥയ്ക്ക്, ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഏതാണ്? സുവോളജിക്കൽ പാർക്ക്, ദെൻ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ. അപ്പോൾ ഈ രണ്ടും കറക്റ്റായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ് പഠിച്ചു വെച്ചു. അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ. കാരണം ഇതിൽ ഏത് പെടും ഏത് പെടില്ല എന്ന രീതിയിലാണ് എക്സാമിന് കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ എക്സിറ്റു ഇൻസിറ്റ്യൂട്ടിലൊക്കെ വരുന്നത് ഏതൊക്കെയാണ് ഉദാഹരണ സഹിതം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികൾ ഉചിതമായത് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. അപ്പോൾ നമ്മുടെ 5 ഇയർ പ്ലാൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓരോരോ 5 ഇയർ പ്ലാൻസും അതിൻ്റെ വർഷം കറക്റ്റാണോ നോക്കുക, അതിൻ്റെ ലക്ഷ്യം കറക്റ്റാണോ നോക്കുക കേട്ടോ. അപ്പോൾ ഇതിലേതാണ് ആൻസർ വരുന്നത്? ഉചിതമായത് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കിത് പഠിച്ചവർക്കാണെങ്കിൽ അറിയാം, ഇതിൽ ആദ്യത്തെ 3 ശരിയാണ്, ഇതിലാണ് തെറ്റ് കേട്ടോ.
12ാമത്തെ പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം തെറ്റാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 ശരി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗം നമുക്ക് SCERT ഭാഗം നമുക്ക് SCERT ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, കോളം വൈസ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ PSC എക്സാമിനും കേട്ടോ. അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിൻ്റെ കാലയളവ് എപ്പോഴാണ്? 1951, 56. ദെൻ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം കൂടി കൂട്ടിച്ചേർത്ത് പഠിച്ചിരിക്കുക. കാരണം ഈ ഒരു ബോക്സിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് അത് എടുത്തേക്കുന്നത്. കറക്റ്റായിട്ട് ആ വർഷം തന്നിട്ടുണ്ട്, കറക്റ്റ് ലക്ഷ്യവും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് മാച്ച് ആവാത്തത് അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളോട് കണ്ടെത്താൻ. സോ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ടേബിൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കും കേട്ടോ. 2ാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ്? 56 to 61. ദെൻ വ്യാവസായിക വികസനമാണ് അതിൻ്റെ ലക്ഷ്യം. 3ാം പഞ്ചവത്സര പദ്ധതി 61 to 66. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് ഇതിൻ്റെ ലക്ഷ്യം. ദെൻ 4ാം പഞ്ചവത്സര പദ്ധതി 69, 74. സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച, ദെൻ സ്വാശ്രയത്വമാണ്. ദെൻ 5ാം പഞ്ചവത്സര പദ്ധതി 74, 79. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ദെൻ 6ാം പഞ്ചവത്സര പദ്ധതി 1980 to 85. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലെന്നാണ് മെയിൻ ലക്ഷ്യം. 7ാം പഞ്ചവത്സര പദ്ധതി 85, 90 കാലഘട്ടത്താണ് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് ആണ് പ്രധാന ലക്ഷ്യം. 8ാം പഞ്ചവത്സര പദ്ധതി എപ്പോഴാണ്? 92, 97. മാനവശേഷി വികസനമാണ് ലക്ഷ്യം. 9ാം പഞ്ചവത്സര പദ്ധതി 97, 2002. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ലക്ഷ്യം. ദെൻ 10ാം പഞ്ചവത്സര പദ്ധതി 2002, 2007. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. 11ാം പഞ്ചവത്സര പദ്ധതി 2007 to 12. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ്. ദെൻ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം, ഇത് എക്സാമിൽ ഇത് ലക്ഷ്യം എന്ന് ഡയറക്റ്റായിട്ട് എൻ്റെ ചോദിച്ചത് സുസ്ഥിര വികസനമാണ് ഇതിൻ്റെ മെയിനായിട്ട് ലക്ഷ്യം വരുന്നത്. 2012, 2017 കാലഘട്ടത്താണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് പോകാൻ നോക്കിയ 12ാം പഞ്ചവത്സര പദ്ധതി 2012 to 2017 കാലയളവ് കറക്റ്റാണ്. പിന്നെന്താണ്? മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. അല്ല, മാനവശേഷി വികസനത്തിനല്ല ഊന്നൽ. കാരണം മാനവശേഷി വികസനത്തിൽ ഊന്നാൻ നൽകിയത് 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സുസ്ഥിര വികസനത്തിനാണ് ഊന്നൽ നൽകുക. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ എപ്പോഴും അതിൻ്റെ ലക്ഷ്യം എന്നും ഏതെങ്കിലും ഒരു രീതിക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ സുസ്ഥിര വികസനമാണെന്നുള്ള കാര്യം വൃത്തിയായി പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ലഡാക്ക്, സിവാലിക്, കാരക്കോളം നാഗാകുന്നുകൾ, ലഡാക്ക്, സസ്കാർ, പത്കായ്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ആൻസർ കിട്ടുമോ? ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ലഡാക്കും സസ്കാറുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കാം. ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഉത്തരപർവ്വത മേഖല നമുക്ക് 3ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ അല്ലേ. അപ്പോൾ ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ അതിൽ പെടുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കാർ. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചുള്ളവർക്കാണെങ്കിൽ നമ്മുടെ SCERT തന്നതാണ് ഈ ഒരു ആൻസർ കിട്ടി അല്ലേ. അപ്പോൾ ലഡാക്കും സസ്കാറും ആണ്. ദെൻ ഹിമാലയമാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ദെൻ കിഴക്കൻ മലനിരകൾ എന്ന് പറയുമ്പോൾ പത്കായബും, നാഗാ കുന്നുകൾ, ഖാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകളെല്ലാം കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാം. നോക്കാം. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന ഈ പർവ്വതനിരകളാണ് നമ്മൾ എന്ത് പറയുക? ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഉത്തരപർവ്വത മേഖലയെ നമുക്ക് എന്താക്കാൻ പറ്റും? ട്രാൻസ് ഹിമാലയൻ, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ആ 3ആണ് നമ്മുടെ ടേബിളിൽ തന്നത് അല്ലേ. ഉത്തരപർവ്വതം 3, ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിര. അപ്പോൾ നിങ്ങൾ മലനിരകൾ എന്ന് പറയുമ്പോൾ ഈ കുന്നുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. നാഗാകുന്ന്, കാസിഗാരോ, മീസോ കുന്ന് കണക്ട് ചെയ്യുക. പത്കായബും എല്ലാം കുന്നുകൾ, അതായത് കിഴക്കൻ മലനിരകളിലാണ് പഠിക്കുക. നമുക്കറിയാം. പിന്നെ ഹിമാലയത്തിൽ പറയുമ്പോൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, അതങ്ങനെ എന്തും ഹിമാലയത്തിൽ പെടുന്നത്. ട്രാൻസ് ഹിമാലയത്തിൽ ഏതൊക്കെയാണ്? കാരക്കോറും, ലഡാക്കും, സസ്കാറും. അപ്പോൾ ഇതങ്ങനെ തന്നെ കാണാണ്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. നോക്കുക. പാമീർ പീഠഭൂമി ലോകത്തിൻ്റെ മേൽക്കൂര. മധ്യേഷ്യ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെ. അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടും പാമീർ പീഠഭൂമിയാണ്. PYQ ആണ് കേട്ടോ. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, ദെൻ കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അപ്പോൾ ഈ ഒരു പോയിന്റ് പഠിക്കണം കേട്ടോ. ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ്? ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ, കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് PYQ പോയിന്റ് ആണ് കേട്ടോ.
ഇനി അപ്പോൾ നമ്മൾ ഓരോരോ ഭാഗവും അപ്പോൾ നമ്മളിതിൽ പറയുന്ന ട്രാൻസ് ഹിമാലയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. കാരക്കോറം, ലഡാക്ക്, സസ്കാർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയ. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ പെട്ടതാണ് ഈ കാരക്കോറും, ലഡാക്കും, സസ്കാറും. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കീറ്റോ അഥവാ ഗോൾഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം നിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എത്രയാണ്? 6000 മീറ്റർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ചു ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരങ്ങൾ പഠിച്ചു വെക്കുക, ഇതിൽ പെടുന്ന പർവ്വത നിരകൾ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി ഹിമാലയം എന്ന് പറയുമ്പോൾ എന്താണ്? ട്രാൻസ് ഹിമാലയത്തിന് കിഴക്കൻ മലനിരകൾക്ക് മിഡിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശകളിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. ഹിമാലയ പർവ്വതനിരകൾക്ക് എത്ര നീളമുണ്ട്? അത് ആ മെയിൻ പോയിന്റ് 2400 കിലോമീറ്റർ നീളമുണ്ട്. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇവിടെ ഉൾപ്പെടുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറഞ്ഞു വരുന്നതായി കാണാം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ഈ ഒരു ഭാഗം ചോദിക്കുന്നുണ്ട് കേട്ടോ. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം എന്താകുന്നു? കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കാശ്മീർ പ്രദേശത്ത് ഏകദേശം എത്രയാണ്? 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തരപർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശത്തെത്തുമ്പോഴേക്കും എത്രയാവുന്നുണ്ട്? 150 കിലോമീറ്റർ ആണ് അതിൻ്റെ വീതി കേട്ടോ. അപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ 3 പർവ്വത നിരകൾ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഈ ഹിമാലയത്തിൽ പെടുന്ന ആ 3 കാര്യമാണ്. അതിന് മുമ്പ് ഒരു പോയിന്റ് നോക്കാം. മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടി ഹിമാലയ പർവ്വതത്തിലാണ്. മൗണ്ട് എവറസ്റ്റ് ഹിമാലയ പർവ്വതത്തിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഉയരം 8848 മീറ്റർ ആണ്. അപ്പോൾ ഇനി ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. അറിയാം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അല്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഏതാണ്? ഹിമാദ്രി ആണല്ലേ. ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടിയ നിര എന്ന് പറയുന്നത്. ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ്. ദെൻ 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഉദാഹരണം കഞ്ചൻജംഗ, നന്ദാദേവിയൊക്കെയാണ്. ദെൻ അടുത്തത് ഹിമാചൽ നോക്കൂ. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്റർ ആണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരകളുടെ തെക്കേ ചെരുവിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ എക്സാമിനും ചോദിച്ചതാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാലയത്തിൽ, ഹിമാചലിലാണ്. അതൊരു പോയിന്റാണ്. ഇനി സിവാലിക് നോക്കൂ. ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം എത്രയേ ഉള്ളൂ? 1220 മീറ്റർ ആണ്. ഹിമാലയൻ നദികൾ ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളും തുടർച്ച ഒരു കണ്ടിന്യൂഷൻ ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ നമ്മൾ ഡ്യൂൺസ് എന്നാണ് വിളിക്കാറ്. ഉദാഹരണം എന്താണ്? ഡെറാഡൂൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡ്യൂൺസ് കാണപ്പെടുന്നത് ഡ്യൂൺസ് കാണപ്പെടുന്നത് സിവാലിക്കിലാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദെൻ ഹിമാചലിൽ പറയുമ്പോൾ അവിടെ ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഓർക്കുക. ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ നിരയാണെന്ന് ഓർക്കുക. അതിൻ്റെ ഉയരം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ കിഴക്കൻ മലനിരകളെ കുറിച്ചാണ്. സമുദ്രനിരപ്പിൽ ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ ഒരു പ്രദേശം പൂർവാച്ചൽ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കിഴക്കൻ മലനിരകളെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? പൂർവാച്ചൽ എന്നും അറിയപ്പെടുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപൂഞ്ചി ഇവിടെയാണ്. ഈ പ്രദേശത്ത് നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകൾ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. എസ്സായിട്ട് തന്നെ ഈ ഒരു ഭാഗം തന്നെ ഇതുപോലെ തന്നെ ഈ ഒരു സെൻറ്റൻസ് ഒക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കിയാലോ. പോവാം. താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഏതെല്ലാമാണെന്ന് തിരിച്ചറിയുക. ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ആർട്ടിക് വൃത്തം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖ ഏതൊക്കെയാണുള്ളത്? ഒരു സംശയം വേണ്ട. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്ഷാംശരേഖ ഏതാണ്? ഉത്തരായന രേഖ മാത്രമാണ് അല്ലേ? ഉത്തരായന രേഖയാണ്. അപ്പോൾ നമ്മൾ ഇത് ക്ലാസ്സിലും പറഞ്ഞതാണ്. അപ്പോൾ നോക്കൂ, ഈ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയവും വരില്ല. ഇവിടെ നോക്കി, ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം നോക്കിയേ. ഇന്ത്യയുടെ സ്ഥാനവും നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരപൂർവാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാർദ്ധ ഗോളത്തിൽ അല്ലെങ്കിൽ ഉത്തരപൂർവാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ നോക്കി, ഇവിടെയാണ് ഭൂമധ്യരേഖ വരുന്നത്, ഇത് എവിടെയാണ് ദക്ഷിണായന രേഖ വരുന്നത്, ഇവിടെയാണ് ഉത്തരായന രേഖ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇവിടെയാണ് അല്ലേ, പ്രത്യേകം കാണുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ ഏത് മാത്രമേ ഉള്ളൂ? ഉത്തരായന രേഖ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഭൂമധ്യരേഖ ഇന്ത്യക്ക്
നോക്കൂ ടച്ച് ചെയ്യുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാമത്തെ നമുക്കറിയാം ടച്ച് ചെയ്യുന്നില്ല. ഇനി നോക്കൂ ദക്ഷിണായന രേഖ എന്ന് പറയുമ്പോൾ അതിനും കുറച്ച് താഴെയാണ്, അതും യാതൊരു കണക്ഷനും ഇല്ല. അവിടെ നോക്കൂ ആർട്ടിക് വൃത്തം എവിടെയോ കിടക്കുകയാണ് അല്ലേ, അതും ഒന്നും ടച്ച് ചെയ്യുന്നില്ല. സോ നമ്മുടെ ഓപ്ഷൻസ് 3 തെറ്റാണ് അല്ലേ. ഭൂമധ്യരേഖ കൂടെ കടന്നു പോകുന്നില്ല, ദക്ഷിണായന രേഖ കൂടെ കടന്നു പോകുന്നില്ല, ആർട്ടിക് വൃത്തം കൂടെ കടന്നു പോകുന്നില്ല, ഉത്തരായന രേഖ കൂടെ മാത്രമാണ് പോകുന്നത്. ഇതും ഒത്തിരി പ്രാവശ്യം എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം നമുക്ക് പഠിക്കാം. ഉത്തരായന രേഖ നോക്കൂ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എപ്പോഴും ചോദിക്കാറുണ്ട്. എത്ര എണ്ണമാണ്? 8 എണ്ണമാണ്. പേരും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. കാരണം ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പെടാത്തത് ഏത് എന്നെങ്കിലും നമുക്ക് ഏതെങ്കിലും തെറ്റായി തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ 8 എണ്ണമാണെന്ന് പഠിക്കണം. ദെൻ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഒന്ന് ഡീറ്റെയിൽ ആയി ചെയ്തിട്ട് കാണാത്തതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കണം. ജോഗ്രഫി ക്ലാസ്സിൽ അതെങ്ങനെ കറക്റ്റ് ഒരു മാപ്പ് വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ ക്ലാസ് ലെങ്തിയായി പോകുന്തോറും ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോറും കുറച്ച് ലെങ്തി ആവുകയാണ്. അപ്പോൾ വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നോക്കൂ, ബയോളജി റിലേറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഏതാണ്? വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നോക്കൂ, വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ ആണ് അല്ലേ, ശരിയാണ്. ദെൻ വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു, അതും ശരിയാണ് അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ് അല്ലേ. 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ 2ഉം കറക്റ്റാണ്, 1ഉം 2ഉം ശരിയാണ്. ഓക്കെ ആണല്ലോ. വൈറ്റമിൻ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നോക്കൂ, നമുക്ക് ഓരോരുത്തരും അതിൻ്റെ കെമിക്കൽ നെയിംസ് അല്ലെങ്കിൽ അതിൻ്റെ രാസനാമങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൈറ്റമിൻ എയുടെ എന്താണ്? റെറ്റിനോൾ ആണ്. വൈറ്റമിൻ ഡിയുടെ കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ ഇ ആണെങ്കിൽ ടോക്കോഫെറോൾ ആണ്. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ ആണ്. അപ്പോൾ ഇതൊന്ന് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം എക്സാമിന് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലും കൂടി ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കെമിക്കൽ നെയിംസ് ഒക്കെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ വൈറ്റമിൻ എ റെറ്റിനോൾ ആണ് അല്ല. വൈറ്റമിൻ എ എന്താണ്? അതിൻ്റെ രാസനാമം റെറ്റിനോൾ ആണ്. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ, വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. കുറച്ചായി പഠിക്കുക കേട്ടോ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. ഇനി ഇതിൻ്റെ പോഷകഘടകം അത് അപര്യാപ്ത രോഗം എന്താണെന്നുള്ള കാര്യം SCRT പറഞ്ഞേക്കുന്നത്. വൈറ്റമിൻ എയുടെ ഏതാണ്? നിശാന്തത. നമ്മുടെ ഓപ്ഷനിൽ തന്നതാണല്ലോ. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ദെൻ വൈറ്റമിൻ ബിയുടെ പഠിച്ചു വയ്ക്കുക, വായ്പുണ്ണ്. വൈറ്റമിൻ സി, വിറ്റാമിൻ സിയുടെ സ്കർവി, സ്കർവി അങ്ങനെ ആ ഒരു പ്രൊണൗൺസിയേഷൻ കണക്ട് ചെയ്ത് വയ്ക്കുക. വൈറ്റമിൻ ഡി എന്താണ്? കണാല. ഇരുമ്പിൻ്റെ കുറവ് മൂലം അനീമിയ. അയഡിൻ്റെ ആണെങ്കിൽ അത് ഗോയിറ്റർ ആണ്. ഓക്കെ, എ നിശാന്തത, ബി വായ്പുണ്ണ്, സി സ്കർവി, വൈറ്റമിൻ ഡി കണ, ഇരുമ്പ്, അനീമിയ, അയഡിൻ, ഗോയിറ്റർ. ഓക്കെ ആണല്ലോ. ഇത് SCRT ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റും ശരി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ആയിട്ട് വരാം. എല്ലാം തന്നെ ജോഗ്രഫിയും സയൻസും എല്ലാം തന്നെ മിക്സ് ചെയ്തിട്ടും തരാം. സൈക്കോളജി മാത്രം സെപ്പറേറ്റ് തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടി കാണിക്കരുത്. മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.